നല്ല ഭംഗിയുണ്ട് ലേന, നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് ആ ഈ ശിഖരത്തിൽ നിൽക്കുന്ന ഈ പൂക്കളുണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട് കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം, അച്ഛന്മാരെ വണക്കം. അങ്ങനെ ലേന ചേച്ചി ഇത് റെഡിയായി നിൽക്കുകയാണ് നാത്തൂൻ പോരിന് വേണ്ടിയിട്ട്. നാത്തൂൻ റെഡിയായി കഴിഞ്ഞു. അവൾ അടിച്ചിടുമോ ഗൈസ്? ഗൈസല്ലോ, എന്താണ് സംഭവം എന്നുള്ള പറഞ്ഞോളൂ. നാത്തൂൻ ഇന്ന് സാരി കൊടുക്കാൻ പോവുകയാണ്. ബ്രദറിന്റെ കല്യാണമാണ്. ബ്രദർ എന്ന് പറയുമ്പോ നമ്മുടെ അനു റിയലിലെ സഹോദരനല്ല, എനിക്ക് റിയൽ ആയിട്ടൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ വന്നിട്ടില്ല. അതെ, അപ്പൊ ആ പുള്ളിക്കാരന്റെ കല്യാണമാണ്. അപ്പൊ അതിന് വേണ്ടി തലേദിവസത്തെ ലുക്കാണ്, സാരിയെ കൊടുക്കാൻ പോണം. തലേദിവസത്തെ ലുക്കാണ് ഈ കാണുന്നത് ഗൈസ്. അപ്പൊ സാരി കൊടുക്കാനായിട്ട് നാത്തൂൻ റെഡി ആയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണിക്കുക. എന്നെ അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ലുക്ക്. ബാഗും സഞ്ചി ഒക്കെ ആയിട്ട് പോവാ. ചേട്ടനടുത്ത് നല്ല ഷർട്ട് എടുക്കാൻ പറഞ്ഞാൽ എടുക്കത്തില്ലല്ലോ, നല്ല ഡ്രസ് എടുത്ത് എടുക്കാൻ പറഞ്ഞാൽ എടുക്കത്തില്ലല്ലോ. ചേട്ടനൊക്കെ മതി കേട്ടോ. കൊള്ളാം, നമുക്ക് എല്ലാവരും സിമ്പിൾ. നമ്മള് സിമ്പിള് തന്നെ. വരട്ടെ മുന്നോട്ട് വരട്ടെ, നോക്കട്ടെ. മോനെ എനിക്ക് വയ്യ. ഓ, അങ്ങനെ ചെയ്യാന വെയിറ്റ് ചെയ്യൂ. ഒന്ന് നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. എടുത്തില്ലടി അവിടെ. നല്ല ഫ്രോക്ക് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ചേച്ചത് ഈ ഫ്രോക്ക്? ഇത് നമ്മള് ലൗഡി ബോട്ടി. ഇത് മേടിച്ചതാ നമ്മുടെ കരുനാപ്പള്ളിയിലുള്ള നമ്മുടെ വെഡ്സിന്റെ വാങ്ങിച്ചതാണ്. അവിടെ നിന്ന് എടുത്തതാണ് അല്ലേ? ഓൾട്ടറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഓഹ്, എനിക്ക് വയ്യ. പക്ഷെ പ്രൈസ് ടാഗ് ഇരിക്കുന്നു. പ്രൈസ് ടാഗ് ഇളക്കി കളയേണ്ടതാണ് ഗൈസ്. വീഡിയോയിൽ കണ്ടു ഞാൻ. ഓക്കെ, നൈസ്. ചെരുപ്പ് ആക്കി വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇറങ്ങാം, പോവാം. ഓക്കെ, അങ്ങനെ അച്ചാമ്മയുണ്ട്. അച്ചാമ്മ അങ്ങനെ റെഡി ആയിട്ട് എന്ത് അച്ചാമ്മ കുറച്ചുകൂടെ മേക്കപ്പ് ഇടണമായിരുന്നു. വേണ്ട, സിമ്പിൾ ലുക്കാണ് കുട്ടിക്ക് ഇഷ്ടം. വരൂ. നിങ്ങളങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞാൻ തുറന്നു വന്നാലേ കയറാൻ പറ്റൂ. സിയ, എന്താ സിയ ഒന്നും മിണ്ടായിരിക്കുക? ബൊമ്മയെ കണക്കിരിക്കുക. എന്താ സിയക്ക് എന്നിട്ട് ലിപ്സ്റ്റിക്ക് വിട്ട് ഐലാഷ് വിട്ടു. ഇനിയിപ്പോ സിയക്ക് അനങ്ങാൻ പറ്റൂല. ഓക്കെ, സെറ്റിൽ പോയിട്ട് വരട്ടെ ഞങ്ങള്. ഞാൻ വരുന്നുണ്ട്. ആളുകൾ ചോദിക്കും അതിന് ചെറുക്കനെ വന്നാന്ന്.